ഇപ്പോൾ ഈ കണ്ണൂരാണെങ്കിലും വടകരയാണെങ്കിലും അക്രമ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. പാർട്ടി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എതിർ സ്ഥാനാർത്ഥികളും ഇപ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ട്, ഈ പ്രതികളുടെ അല്ലെങ്കിൽ ഇതിൽ ഇരയാക്കപ്പെട്ടവരുടെ ഫോട്ടോ ഉണ്ട്. അതിൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ എല്ലാ പാർട്ടി അണികളിലും ചിലപ്പോൾ ശരിയല്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രത്യേകിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവർ ഏതെങ്കിലും കാലം പാർട്ടി അനുഭാവിയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പ്രദേശത്തുകാർ പറയുന്നത് പാർട്ടി രീതിക്കനുസരിച്ചല്ലാത്ത പ്രവർത്തനം കണ്ടുകൊണ്ട് ഇവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണ്, മാറ്റി നിർത്തി എന്നുള്ളതാണ്. അവർ CPM ആയിട്ട് മാത്രം ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവർ പല രീതിയിലുള്ള അങ്ങനെയുള്ളൊരു സംഘം ആളുകളാണ്. അവരുമായിട്ട് പാർട്ടിക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല പറയാണ്. എൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ട് കല്യാണ വീട്ടിലൊക്കെ പോയാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലയാൾ ചീത്തയാൾ നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ മാറിക്ക് ഇവരെടുക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എവിടുന്നെങ്കിലും വെച്ച് സന്ദർഭവശാൽ ഇതിലാരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാ നേതാക്കന്മാരുടെ കൂടെയും എടുക്കുന്നതാണല്ലോ. ഏതായാലും ഈ സംഭവത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ഈ പറയുന്ന ആളുകൾ ചിലർ പാർട്ടിയോടുള്ളതിനേക്കാൾ ബന്ധം മറ്റു പാർട്ടികളോടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അത് ആരാന്നുള്ള മനസ്സിലായി. ഞങ്ങളുടെ ഇടതുപക്ഷമായിട്ട് അത്ര അടുപ്പമില്ല. പിന്നെ നേരത്തെ ഇടതുപക്ഷമായിട്ട് അനുഭാവികൾ എന്ന നിലയിൽ വന്നപ്പോൾ തന്നെ ഇവരുടെ രീതി ശരിയല്ലാത്തത് കൊണ്ട് പാർട്ടി അടുപ്പിച്ചിട്ടില്ല, അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പൊതുവെ അക്രമരാഷ്ട്രീയം കുറഞ്ഞു വരുന്നു മനസ്സിലാക്കണം. അല്ലെങ്കിൽ വടകരയൊക്കെ ആളുകളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങിയത് മൊത്തത്തിൽ എല്ലാ പാർട്ടിക്കാരും അങ്ങനെയായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇല്ല, നമ്മൾ അക്രമം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ലല്ലോ നമുക്ക്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് എങ്ങനെയാണ്, ഞങ്ങളാരും അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചതല്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. CPMന് നേരെ ആക്രമം വന്നപ്പോൾ ചെറുത്ത് നിന്ന അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഏതായാലും അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്.